വീട്ടിൽ നിന്ന് കാണാതായ വയോധികയെ മരിച്ച നിലയിൽ ബാവലിപ്പുഴയിൽ കണ്ടെത്തി. മന്നഞ്ചേരി ജൂബിലി റോഡിൽ താമസിക്കുന്ന തുരുത്തിക്കാട്ടിൽ ശാന്തമ്മയാണ് ബാവലിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയത്. 75 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 10:30 പാമ്പറപ്പാൻ നീണ്ടുനോക്കി പാലങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പേരാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും സിവിൽ ഡിഫൻസ് പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാത്രി 8:00 ശാന്തമ്മയെ വീട്ടിൽ നിന്നും കാണാതായത്. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും പോലീസും വിവിധയിടങ്ങളിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. മന്നഞ്ചേരിയിലെ റോഡരികിലുള്ള ഒരു വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യമാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ശാന്തമ്മ പുഴയുടെ ഭാഗത്തേക്ക് പോയതായി സൂചന ലഭിച്ചു. തുടർന്ന് പുഴക്കരികിൽ നടത്തിയ പരിശോധനയിൽ ശാന്തമ്മയുടെ ടോർച്ച്, ചെരുപ്പ്, കുട എന്നിവ കണ്ടെത്തി. ഇതോടെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും സിവിൽ ഡിഫൻസ് പ്രവർത്തകരും പുഴയിൽ തിരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു. തുടർന്നാണ് ശനിയാഴ്ച രാവിലെ പുഴയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. നമുക്ക് പാമ്പറപ്പം പാലത്തിന് താഴെ വെച്ചാണ് നമുക്ക് ബോഡി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് നമുക്ക് കോൾ വന്നത് സ്റ്റേഷനിൽ. ഏകദേശം ഒരു 3 മണിയായപ്പോഴാണ് കേരളം സ്റ്റേഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു വയോധിക ഇങ്ങനെ പുഴയിൽ കാണാതായിട്ടുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ പേരാവൂർ സ്റ്റേഷനിൽ ഒരു ക്രൂ വന്നു സെർച്ച് ചെയ്തു. ഏകദേശം 3 മണി തൊട്ട് 5 മണി വരെ കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂർ അമ്പലത്തിന് താഴെ വശം വരെ സെർച്ച് ചെയ്തു. അതിനുശേഷം 5:30 ആയപ്പോഴത്തേനും ഇന്നലത്തെ സെർച്ച് അവസാനിപ്പിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ പേരാവൂരിലെ ഒരു ക്രൂവും അതുപോലെ തന്നെ കൂത്തുറമ്പിലെ ഒരു ക്രൂവും അവിടുത്തെ STOയുടെ നേതൃത്വത്തിലെ ഒരു ക്രൂവും അതുപോലെ തന്നെ കൂത്തുറമ്പിലെ സിവിൽ ഡിഫൻസ് പേരാവൂരിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും രാവിലെ സെർച്ച് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേനും നമുക്ക് പാമ്പറപ്പം പാലത്തിന് അടുത്ത് താഴെ നിന്ന് നമുക്ക് ബോഡി റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേളകം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. സംഭവത്തിൽ കേളകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം.